ദൈവം ചൂല് വിടർത്തി പിടിച്ചിട്ട് നന്നായിട്ട് അടിക്കതേ അവളടിക്കണ പോലെ. ഇതുണ്ട് ഗായത്രി അടിക്കണം. ആ അത് തന്നെ ഗായു അടിക്കണുണ്ടോ പുറകെ കൈയൊക്കെ കൊടുത്ത്. ഗായുവിന് നന്നായിട്ട് അടിക്കാൻ അറിയാലോ. എന്താ അതെ ഇവിടെ അടിക്കുമ്പോൾ എല്ലായിടവും വൃത്തിക്ക് അടിക്കണം. എന്തേരെയാ കിടക്കണേന്ന് നോക്കി. അങ്ങനെയല്ല ദേവു, ചുരുട്ടി പിടിച്ചിട്ടാണോ ചൂല് പിടിക്കണേ? ഇതാ ഞാൻ സെറ്റാക്കി തരാം. എന്നാ ചൂല് വെച്ച് അടിക്കാൻ പഠിപ്പിക്കുവാന്ന് പറയാം. 13 വയസ്സ് കഴിഞ്ഞപ്പോൾ നോക്കിക്കോണേ, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ശരി കേട്ടോ. ഒരു മിനിറ്റ് ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ വേണം അടിക്കാൻ, അല്ലാതെ ഷട്ടിൽ കളിക്കാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഇരുന്ന് നിരങ്ങിയും. അയ്യോ ഈർക്കിലി എല്ലാം പോയല്ലേ. ആ ചൂട് ഈർക്കിലി കയ്യാ കുത്തി കയറരുത്. മണിക്കുട്ടിയും കൂടെ വന്നിട്ട് വൈകുന്നേരം എല്ലാവരും കൂടെ കൂടി സെറ്റായിട്ട് അടിച്ചാൽ മതി. നിങ്ങൾ വൃത്തിക്ക് അടിക്കുന്നിടം വരെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി വീഡിയോ ആവും. അതുകൊണ്ട് നമുക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നിർത്താം. ഹലോ ഗൈസ്, ഇങ്ങനെ ഞങ്ങൾ ഇന്ന് വീടൊക്കെ മുഴുവൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അടിച്ചു വരുമായിരുന്നു. ഞാനും ഗായും സ്കൂളിൽ പോയില്ല, മണിക്കുട്ടി മാത്രമേ സ്കൂളിൽ പോയുള്ളൂ. പക്ഷേ ഞങ്ങൾ അടിച്ചു വരും തോറും വീണ്ടും കയ്യേറി വേണം. ഞങ്ങളെ കാര്യം അനുവദിക്കുന്നില്ല അടിച്ചു വരും. എന്ത് ചെയ്തിട്ട് ഞങ്ങളെ ജോലി ചെയ്യേണ്ടെന്നായിരിക്കും കാറ്റ് പറയുന്നത്. ഹാർഡ് വർക്കിങ്. തല തുണിയൊക്കെ കെട്ടി. തലയിലാണോ കെട്ടിയിരിക്കുന്നത്? തലയിൽ അഴിച്ചതല്ലേ. എനിക്ക് ചെറിയ ചൂട് മണി വരുമ്പോൾ ഞങ്ങളങ്ങനെ അടുത്ത വീഡിയോ. അപ്പോൾ അത്ര ബൈ ബൈ, സീ യു.